അങ്ങനെ വാനര പടകളെയായിരിക്കുന്നു സുഗ്രീവനായിരിക്കുന്നു 4 ദിക്ക് നോക്കിയായിരിക്കുന്നു സീതാദേവിയെ തേടി വഴി പോകുവാൻ പറയുന്ന ഒരു നേരത്ത് ദക്ഷിണാദിക്കിലേക്കായിരിക്കുന്നു ജാമ്പുവാൻ, നീലൻ, ഹനുമാൻ, അങ്കിതൻ തുടങ്ങിയ വാനര പ്രമുഖന്മാർ നിരനിരക്കുന്ന ഒരു നേരത്ത് ശ്രീരാമ ഭഗവാനായിരിക്കുന്നു ഹനുമാനെ നേടി നേടി വിളിച്ചു, മകനെ നീയായിരിക്കുന്നു സീതാദേവിയെ കണ്ടുപിടിച്ചെന്ന് വന്ന അങ്കുലിയെ നൽകേണ്ട മകനെ എന്ന വണ്ണം മരളി പറയുന്ന ഒരു നേരത്ത് ദക്ഷിണാദിക്ക് നോക്കി അങ്ങനെ വഴിയാല വഴി പോകുമ്പോ അപ്പോഴായിരിക്കുന്നു ശ്രീരാമ ഭഗവാനോട് അനുകുടയാത്തിൽ കൈവഴങ്ങി, ലക്ഷ്മണകുമാരനോട് അനുകുടയാത്തിൽ കൈവഴങ്ങി ഹനുമാനായിരിക്കുന്നു വഴി പോകുമ്പോ ദക്ഷിണാദിക്ക് നോക്കി അങ്ങനെ വാനരപ്പടകൾ അങ്ങനെ വഴി പോകുന്ന കാലം. അങ്ങനെ കാടായ കാട് നടന്നു, മേടായ മേട് നടന്നു, ഇടിച്ചാലുകൂടെ വേറെ 6 കടന്ന് വഴി ചെല്ലുമ്പോ സീതാദേവിയെ തേടി വഴിയാൽ വഴി പോരുന്ന ഒരു നേരത്ത് ദക്ഷിണാദിക്ക് നോക്കി അങ്ങനെ വഴി ചെല്ലുന്ന ഒരു നേരത്ത് കടലിന്റെ തീരത്തോടെ വഴി ചെല്ലുന്ന ഒരു നേരത്ത് ഒന്നല്ലോ ഗുഹാമുഖം കണ്ടറിയുമ്പോ ഗുഹാമുഖത്തോടെ വഴി ചെന്നു. അപ്പോഴായിരിക്കുന്നു വാനരപ്പടകൾ കരഞ്ഞു കരഞ്ഞ് കമരം പൊഴിയുന്ന ഒരു നേരത്ത് അപ്പോഴായിരിക്കുന്നു ജാമ്പുവാൻ അരുളി പറഞ്ഞു, നമ്മളായിരിക്കുന്നു സീതാദേവിയെ കണ്ടുപിടിച്ച് ചെന്നില്ല എന്ന് വന്ന സുഗ്രീവന്റെ വാളിന് നമ്മളൊക്കെ ആയിരിക്കുന്നു ഇരയാകുപോകും എന്ന വണ്ണം പറഞ്ഞു കരയുന്ന ഒരു നേരത്ത് ഗുഹയുള്ളിലായിരിക്കുന്നു സമ്പാദി എന്ന പക്ഷിശ്രേഷ്ഠൻ കേട്ടറിയുന്ന ഒരു നേരത്ത് വാനരന്മാരുടെ കരച്ചിൽ കേൾക്കുമ്പോ സമ്പാദിയായിരിക്കുന്ന വഴി ചെല്ലുന്ന ഒരു നേരത്ത് ചോദിച്ചു, എന്തിനെ കൊണ്ടാണ് ഇതിനെ കൊണ്ടാണ് ഇവിടെ ഇരുന്ന് കരഞ്ഞ് കരഞ്ഞ് കമ്പരം പൊഴിയുന്ന കാര്യം എന്തെന്ന് ചോദിക്കുമ്പോ അപ്പോഴായിരിക്കുന്നു ജാമ്പവാനരുടെ പറഞ്ഞു, അയ്യോ എൻ്റെ പക്ഷിശ്രേഷ്ഠ, ഞങ്ങളായിരിക്കുന്നു കിഷ്കിന്റെ രാജാവായ സുഗ്രീവന്റെ വാനരപ്പടകളാണ് ഞങ്ങളായിരിക്കുന്നു. ശ്രീരാമ ഭഗവാന്റെ സീതാദേവിയെ തേടി കാടായ കാട് നടന്നു, മേടായ മേട് നടന്നു, സമുദ്രതീരത്തോടെ വഴിച്ചെന്നു ഭഗവാനെ ആയതിനെ കൊണ്ട് സീതാദേവിയെ കണ്ടുപിടിച്ചില്ല എന്ന് വന്ന ഞങ്ങളായിരിക്കുന്നു സുഗ്രീവ സന്നിധിയിൽ ചെല്ലുന്നെന്ന് വന്ന സുഗ്രീവന്റെ വാളിന് ഞങ്ങൾ ഇരയായി പോകും എൻ്റെ പക്ഷിശ്രേഷ്ഠ എന്ന വണ്ണം മരളി പറയുമ്പോ സമ്പാദിയായിരിക്കുന്നു ഉയർന്നു നോക്കുന്ന ഒരു നേരത്ത് അപ്പോഴായിരിക്കുന്നു സമുദ്രത്തിനക്കരെ ലങ്കാലാപനായ രാവണന്റെ കോട്ട ഗോപുരൽ കണ്ടറിയുന്ന ഒരു നേരത്ത് അപ്പോഴായിരിക്കുന്നു ശിവവൃക്ഷത്തണയിലായിരിക്കുന്നു സീതാദേവി ഇരിക്കുന്നത് കണ്ടറിയുമ്പോ അപ്പോഴായിരിക്കുന്നു ജാമ്പുവാനോട് പറഞ്ഞു, എൻ്റെ ജാമ്പുവാനെ സമുദ്രതീരങ്ക ചാടിക്കടക്കണം മകനെ. സമുദ്രത്തിനക്കരയായിരിക്കുന്നു ലങ്ക അധിപനായ രാവണന്റെ കോട്ട ഗോപുരത്തിൽ കാണുന്നുണ്ട്. രാവണന്റെ കോട്ട ഗോപുരത്തിലായിരിക്കുന്നു ശിംശിവവൃക്ഷത്തണയിലായിരിക്കുന്ന സീതാദേവി ഇരിക്കുന്നത് ഞാനും കാണുന്നുണ്ട്. ആയതിനെ കൊണ്ട് നിങ്ങളായിരിക്കുന്നു സമുദ്രം ചാടിക്കടക്കണം, സീതാദേവിയെ കാണണം എന്ന വണ്ണം മരളി പറയുന്ന ഒരു നേരത്ത് അപ്പോഴായിരിക്കുന്നു വാനരങ്ങൾ അങ്ങനെ കേട്ടറിയുന്ന കാലം. അങ്ങനെ വാനരന്മാരങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കമ്പനം പൊഴിയുന്നു ഒരു നേരത്ത് അപ്പോഴായിരിക്കുന്നു ജാമ്പവാനായിരിക്കുന്നു കണ്ടറിയുന്ന ഒരു നേരത്ത് മൂടനായി അരഹിരിക്കുന്ന ഹനുമാനെ കാണുമ്പോൾ ചോദിച്ചു, മകനെ എന്തിനെ കൊണ്ടാണ് മകനെ, ഏതിനെ കൊണ്ടാണ് മകനെ നീ മൂടനായി അരയിരിക്കുന്ന കാര്യം എന്തെന്ന് ചോദിക്കുന്ന ഒരു നേരത്ത് ജാമ്പവാനരുളി പറഞ്ഞു, മകനെ നിന്നോട് വലം കയ്യാലല്ലേ ശ്രീരാമ ഭഗവാൻ അങ്കുലിയെ നൽകിയത് ഓർമ്മയില്ല മകനെ, നീ ആയിരിക്കുന്നു ലക്ഷനാളിലായിരിക്കുന്നു, നീ ആയിരിക്കുന്നു സൂര്യനെ വിഴുങ്ങുവാൻ ചെന്ന കാര്യം മറന്നുപോയോ മകനെ എന്ന വണ്ണമുട്ടുപട പറഞ്ഞു. ജാമ്പവാനായിരിക്കുന്നു ഹനുമാനുടെ പൂർവ്വചരിതകഥകളായിരിക്കുന്നു പറഞ്ഞു കേൾപ്പിക്കുന്ന ഒരു നേരത്ത് ഹനുമാനായിരിക്കുന്നു ശാപമോഷങ്ങൾ കിട്ടുമ്പോ ഹനുമാനായിരിക്കുന്നു ശാപമോഷങ്ങളും കിട്ടി ഭഗവാനായിരിക്കുന്നു ശക്തി പ്രാപിക്കുന്ന ഒരു കാലത്ത് ജാമ്പവാന് മുന്നിലായിരിക്കുന്നു ഹനുമാനായിരിക്കുന്നു ആകാശമൂട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു നേരത്ത് അപ്പോഴായിരിക്കുന്നു മകനോട് നിന്നരുളി പറഞ്ഞു, മകനെ നീയായിരിക്കുന്നു സമുദ്രം ചാടിക്കടക്കണം, സീതാദേവിയുടെ വലങ്കയിലായിരിക്കുന്നു അങ്കുല്യം കൊണ്ട് കൊടുത്തു മകനെ പെട്ടെന്ന് വഴി പോരണ മകനെ എന്ന വണ്ണം മരളി പറയുന്ന ഒരു നേരത്ത് ജാമ്പവാനോടാണ് വാനരപ്പടകളോടും അണിയുടായാത്തിൽ കൈവഴങ്ങി മകനായിരിക്കുന്നു സമുദ്രം ചാടിക്കടക്കുവാൻ അങ്ങനെ നിലവ് നിൽക്കുന്ന കാലം.
വരിക 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 വായന്റെ വരിക എഴുന്നള്ളിട്ട് നല്ല വിളിയറ കേട്ട് വരിക വീരഹനുമ സ്വാമിയേ വരിക 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 വായന്റെ അച്ഛനെ നിനന്നിട്ട് അമ്മയെ നിനന്നിട്ട് വീരഹനുമാനെന്ന് ജാമ്പവാനോട് അണികുട യാത്ര ചൊല്ലി എടുത്തു ചാടി മകനെ പറന്നു പോന്നു മകനെ സമുദ്രത്തിന്റെ നല്ല മുകളിലോടെ മകനു പറന്നു പോകും നല്ലോ സമുദ്രത്തിന്റെ നല്ല മുകളിലൂടെ മകനും പറന്നു ചെല്ലും നേരത്ത് അപ്പോഴേ വന്നു എതിർതടഞ്ഞു കണ്ടു സുരക്ഷാ രാക്ഷസിയെ യോജന നല്ല വായ് തുറന്നു കണ്ടു സുരക്ഷാ രാക്ഷസിയെ 20 യോജന നല്ല വണ്ണമായി തീർന്നു വീരഹനുമാനെന്ന് യോജന നല്ല വായ് തുറന്നു കണ്ടു സുരക്ഷാ രാക്ഷസിയെ 40 യോജന നല്ല വണ്ണമായി തീർന്നു വീരഹനുമാനെന്ന് യോജന നല്ല വായ് തുറന്നു കണ്ടു സുരക്ഷാ രാക്ഷസിയെ പഴുക്കടക്കയോളം ചെറുതായി കണ്ടു വീരഹനുമാനെന്ന് എടുത്തു ചാടി കണ്ടു വീരഹനുമാനെന്ന് ചെവിയിലൂടെ നല്ല പുറത്തു ചാടുന്നല്ലോ വീരഹനുമാനെന്ന് മാതൃസ്ഥാനമേകി വീരഹനുമാനു വഴിയാലെ വഴി പോരുമ്പോ സമുദ്രത്തിൽ നല്ല ഉയർന്നു വന്നു കണ്ടു മൈനാകമാണെന്ന് മൈനാകത്തിനോട് അണികുട യാത്ര ചൊല്ലി വഴിയാലെ വഴി
അടിയടിച്ചു മകനെ ഹനുമാനോട് നല്ല ഇടങ്കയ്യാലയെന്ന് അടിയടിക്കുന്നൊരു നേരത്ത് ലങ്കാലക്ഷ്മിക്കങ്ങ് ശാപമോക്ഷങ്ങള് കിട്ടി കാണു നേരത്ത് ശിവവൃക്ഷത്തണലിൽ സീതാദേവി മകനെ അറിയിരിക്കുന്നു മകനെ എന്നവണ്ണം പറഞ്ഞിട്ട് അണികുടെ യാത്ര ചൊല്ലി വഴിയാലെ വഴി പോരുമോ ശിവവൃക്ഷത്തിന്റെ മുകളിലോടെ അങ്ങ് പറന്നിരുന്നു മകനെ രാമ 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 രാമമന്ത്രമോദി വീരഹനുമാനന്ദ രാമമന്ത്രം കേട്ടു സീതാദേവി അങ്ങ് കണ്ടറിയുന്നൊരു നേരത്ത് സീതാദേവിയുടെ അരിയിലോടെ അങ്ങ് വഴിയാലെ വഴി ചെല്ലുന്നേ അങ്കുലിയാമേകി സീതാദേവിയോട് യാത്രയും പറഞ്ഞു മകനെ കദളി വാഴത്തോട്ടം കടന്നു ചെല്ലുന്നല്ല വീരഹനുമാനന്ദ കദളി വാഴത്തോട്ടം കടന്നു ചെന്നു കണ്ടു വീരഹനുമാനന്ദ കദളി പടക്കെട്ടല്ല പറിച്ചു നിന്നു കണ്ടു പിച്ചപ്പടക്കി മകനെ രാവണകിങ്കരമാര് കണ്ടറിയുന്നു നല്ലൊരു നേരത്താണ് മകനെ അക്ഷയകുമാരനൊത്ത് പടയിൽ വളർന്നാകും വഴിയാലെ വഴി ചെല്ലുമ്പോ അക്ഷയകുമാരനുമൊത്ത് വീരഹനുമാനു യുദ്ധങ്ങൾ തുടങ്ങുന്നോടെ അക്ഷയകുമാരനെ കൊണ്ട് കുലയാല കുല ചെയ്തു വീരഹനുമാനന്ദ തിലകുറിയണിഞ്ഞിട്ട് വീരഹനുമാനു നിലനിൽക്കുന്നൊരു നേരത്ത് രാവണപുത്രനായ മേഘനാഥനും അങ്ങ് കേട്ടറിയും കാലത്ത് നിലവു നിൽക്കുമ്പോഴേ കണ്ടറിയുന്നൊരു നേരത്ത് ബ്രഹ്മസ്ഥാപിതു വീരഹനുമാനെ വന്ദിച്ചു മകനെ രാവണനോട് നല്ല കോട്ട ഗോപുര
ഒപ്പത്തിനൊപ്പം രാവണ സന്നിധി സംവാദം തുടങ്ങി തീരാനുമാനേ രാവണനും മേഘനാഥനോട് പറഞ്ഞു കാണുന്നല്ലോ വാനരന്റെ ശക്തി ബുദ്ധി വാലിലാണ് മകനെ വാലിൽ നീ കുടിയാലെ ചുറ്റി അഗ്നി കൊടുത്തു മകനെ ഹനുമാന്റെ നല്ല വാലിൽ കൊണ്ടങ്ങ് ചുറ്റും നേരത്ത് രാവണന്റെ കോട്ടയിലങ്ങനെ ഇലവോ നിന്നു മകനെ എണ്ണയിൽ മുക്കി വാലിൽ കൊണ്ടങ്ങ് തീ കൊടുത്തു മകൻ രാവണന്റെ കോട്ടയിൽ അങ്ങനെ എടുത്തു ചാടി മകനെ രാവണന്റെ 10 വീശയോ കത്തിച്ചു മകൻ രാവണന്റെ കോട്ട ഗോപുരം കത്തിച്ചു മകൻ മണ്ടോദരിയുടെ മണിമാളികള് കത്തിച്ചു മകന് മണിമാലകള് കൊട്ടാരങ്ങള് കത്തിച്ചു മകന് ലങ്കാദഹനം ചെയ്തു കഴിഞ്ഞു വീരഹനുമാനെ അമൃതത്തിലെ മാറുമുക്കി മറന്നു പോന്നു മകനെ അന്നവിടെ തുള്ളി ചാടി കളി മറഞ്ഞപ്പോൾ ഇന്നുയിട്ട മണ്ഡപത്തിലെ എന്റെ സ്വാമി കാലം വൈകല്ല നേരം വൈകല്ല വീരഹനുമാനെ ഇടത്തെറിഞ്ഞ് നടുകാളത്തിലെ വായന്റെ സ്വാമിയെ ഏതെങ്കിലും നല്ല അറ്റകുറ്റങ്ങള് പിഴകള് വന്നു പോയാ വിളിച്ചെത്തു വന്നു രണ്ടു വാക്കൊന്ന് അരുളി പറയുവാ രാവണന്റെ കയ്യിലെന്ന് പുള്ളിയാടിയ പോലെ ഇട്ടൊരു മണ്ഡപത്തില് നുള്ളി വായി നാളിലെ വിളിച്ചൊന്നോറ്റിട്ട് മാറ്റെടുത്തു കൈമകളുടെ ഉള്ളകത്തൊന്ന് നുള്ളി വായി ആരംഭയില്ലേ ആരംഭയില്ലേ ിരനുമാ ഭസ്മപുരിയാണി
കിട്ടിയ നല്ല മണ്ഡപത്തില് എഴുന്നള്ളി